സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്യൂജൂറിസ്റ്റ് ആയിട്ടുള്ള അധികാരത്തോടു കൂടിയുള്ള ഒരു മൊണാസ്ട്രി, അത് വിമനുള്ള യുവതികൾക്കുള്ള ഒരു മൊണാസ്ട്രി ഇന്നലെ സഭ ഔദ്യോഗികമായിട്ട് അവിടെ അത് എറക്റ്റ് ചെയ്തുകൊണ്ട് അത് അനുവാദം തന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ മെമ്പേഴ്സായിട്ട് 7 യുവതികൾ അവർ ഫസ്റ്റ് പ്രൊഫഷൻ എടുത്തുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള അഭിഷേകം മേടിച്ചെടുത്തതിൽ പ്രൈസ് ദി ലോർഡ്. വലിയ ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയൊരു പുതിയൊരു മേഖല കൂടി മൊണാസ്റ്റിക്കൽ ലൈഫിനെ കുറിച്ചുള്ള ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അത് ഓരോ തുറന്നു വലിയൊരു സംഭവത്തിൻ്റെ ദിവസം കൂടിയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. ദൈവവചനം നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധാപൂർവം കേട്ടിട്ട് അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ ആരംഭഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും, ഈശോ കടലിന് മീതെ നടക്കുന്നൊരു സംഭവമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ഈശോ കടലിന് മീതെ 16-ാം വചനം മുതൽ 21 വരെയുള്ള വചനത്തിൽ ഈശോ കടലിന് മീതെ നടക്കുന്നത്, വാക്കിംഗ് ഓൺ ദ വാട്ടർ. ലൂക്കാ സുവിശേഷം നമ്മൾ കണ്ടുന്നുണ്ട്. മത്തായി സുവിശേഷം ഈ പത്രോസിനോ ഈശോ പറയുന്നു, പത്രോസ് ഇതുപോലെ ചോദിക്കുന്നു, ഞാനും വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഈശോ നീ നടക്കുന്നത് പോലെ. അപ്പോൾ പത്രോസിന് മുമ്പ് പോരാൻ പറ. അപ്പം പത്രോസും ഒരു നിമിഷം കുറേ നേരം ആ കടലിന് മീതെ പത്രോസ് നടക്കുന്നത് കാണാൻ പറ്റും. അതിന് കാരണം പറയുന്നത്, അതിൻ്റെ അഭിഷേകം എന്ന് വെച്ചാൽ പരിശുദ്ധമായ ആ സമയത്ത് പത്രോസ് ദൈവത്തിൽ ഈശോയുടെ വിശ്വാസത്തിൽ നിൽക്കണം. ഫെയ്ത്ത് ഉണ്ട്. ഈ ലോകത്തിൻ്റെ മീതെ നമുക്ക് നടക്കാൻ പറ്റും ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വചനം വായിക്കും, 20, 21, 25 വരെ വചനം വായിക്കും പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, പ്രത്യേകം 21, 22, അതായത് നിങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അതതുപോലെ സംഭവിക്കും. അപ്പം പത്രോസ് ഇങ്ങനെ വാക്കിംഗ് ഓൺ ദ വാട്ടർ, ജലത്തിന് മീതെ നടക്കുക. അപ്പം ദൈവത്തിലുള്ള വിശ്വാസം, ദൈവവചനത്തിൽ ഈശോ പറഞ്ഞ വാക്ക് വിശ്വസിച്ചവർ. ഈശോ പറഞ്ഞു നിങ്ങൾ നടന്നു പോരാൻ പറഞ്ഞു. അപ്പം ആ സമയത്ത് ഈശോയുടെ വാക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈശോ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈശോയുടെ വാക്ക് ഈശോ പറഞ്ഞു. അപ്പോൾ ഈശോ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റും. അത് ഈശോ പറഞ്ഞു, ഞാൻ ചെയ്തത് തന്നെ നിൽക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അവനും നടക്കുന്നത് കാണാൻ പറ്റും. രാവിലെ പ്രാർത്ഥിച്ചും എഴുന്നേൽക്കുമ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞൊരു വാക്ക്, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു വാക്ക് ഇതാണ്, നീ ദൈവവചനത്തിൽ മാത്രം വിശ്വസിക്കുക. ദൈവവചനം മാത്രമേ വിശ്വസിക്കാവൂ. കാരണം അത് സത്യമാണ്, അത് മാത്രമേ സത്യം, വിശ്വാസയോഗ്യമാണ്. 2 തിമോത്തി 4:9 പറയും, ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യമാണ്. അത് മാത്രമേ വിശ്വസിക്കാവുള്ളൂ. വേറെ പലതും പേടിപ്പിക്കുന്നതിന് ചില പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ പേടി വരുന്നതിനൊക്കെ ഭയം വരും. ആളുകൾ തന്നെ അറ്റാക്ക് ചെയ്യും, പല ബുദ്ധി കൊണ്ടും ഫിലോസഫി കൊണ്ടും ലോകത്തിന്റെ തത്വശാസ്ത്രം കൊണ്ടും സയൻസ് കൊണ്ടും ഒക്കെ അറ്റാക്ക് ചെയ്യും. ഡോണ്ട് ബി അഫ്രൈഡ്. ഭയപ്പെടരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:8 മുതൽ 14 വരെ പറയും, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ പറയും, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പത്രോസിന് ലോകത്തെ കീഴ്പ്പെടുത്താൻ പറ്റിയത്, അല്ലെങ്കിൽ ഈ ജലത്തിന് മീതെ നടക്കാൻ പറ്റുന്നത്, അവൻ ഈശോ പറയുന്ന വാക്ക് മാത്രം കേൾക്കുന്നു, മാത്രം വിശ്വസിക്കുന്നു. ഈശോ പറഞ്ഞ് നടന്നു പോരാൻ പറഞ്ഞു. അപ്പൊ അവന്റെ ബുദ്ധിയല്ല അവിടെ പ്രവർത്തിക്കുന്നത്, ഈശോയുടെ വചനം മാത്രമാണ് അവൻ പ്രവർത്തിക്കുന്നത്. അനേകരെ ഒരുപാട് കാണാൻ പറ്റും. ഇത് പ്രശ്നമാണ്. അതുകൊണ്ട് ലോകാരൂപി കയറി പിടിക്കുക. ലോകാരൂപി കയറി പിടിക്കുമ്പോൾ നമ്മൾ താന്നു ഉറപ്പായിട്ട് കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞു ഹല്ലേലൂയ. 2 കരപ്പെടുത്തി പറഞ്ഞു ഹല്ലേലൂയ. ഈ നാളുകൾ ഞാൻ ഡെലിവറി പ്രകാരം ഒരുപാട് ആളുകളിൽ നിന്ന് പൈശാചിക ശക്തികൾ അലറിക്കൊണ്ടു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് വിട്ടുപോയി കഴിയുമ്പോൾ ആ വ്യക്തികളിൽ നിന്ന് പാപത്തിന്റെ സ്വാധീനം വിട്ടുപോകുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ആളുകൾ ഒരു മനുഷ്യന് ഒരു സാക്ഷ്യം പറഞ്ഞ സംഭവം. കഴിഞ്ഞ 1.5 വർഷം അദ്ദേഹം ഇവിടെ അണക്കര ധ്യാനിക്കാൻ വന്നു. ഇതിൻ്റെ വിദേശത്തുള്ള വ്യക്തിയാണ്, നല്ല ഭയങ്കര മദ്യപാനിയാണ്. 42 വർഷമായിട്ട് ആൾ മദ്യപിക്കുന്ന വ്യക്തിയും ഡി അഡിക്ഷൻ ഘടനകൾ. മാത്രമല്ല പുള്ളിയുടെ സ്വഭാവ ദൂഷ്യങ്ങൾ ഒത്തിരിയുള്ള മനുഷ്യൻ, പറയാൻ പോലും കൊള്ളില്ല. അതുപോലെ മോശമായ സ്വന്തം കുടുംബത്തിലുള്ളവരോട് പോലും വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ള വ്യക്തി. അപ്പം ഇദ്ദേഹത്തോട് എല്ലാവർക്കും വെറുപ്പ്, കുടുംബത്തിലുള്ളത് പോലും വെറുപ്പ്. അപ്പം അങ്ങനത്തെ ധ്യാനത്തിൽ വരാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ധ്യാനത്തിൽ വന്നു, ധ്യാനം കൂടി. അവസാനം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ അലറിക്കൊണ്ട് തിന്മയുടെ ശക്തികളൊന്നും വിട്ടു. അതിനുശേഷം ഇപ്പം 1 വർഷം കഴിഞ്ഞു, 1.5 വർഷത്തോളം. പിന്നെ അദ്ദേഹം ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ല. അദ്ദേഹം ആ തിന്മയിൽ നിന്ന് കംപ്ലീറ്റ് മാറി. ആ കുടുംബം സമാധാനത്തിലായി. ഇത് കഥയൊന്നുമില്ല കേട്ടോ, ഞാനീ പറയുന്നത് സ്റ്റോറിയൊന്നുമല്ല. വിശ്വാസം പോകുമ്പോൾ
ഈ കടല് നമ്മളെ മൂടും. വിശ്വാസമുള്ളപ്പോൾ നമുക്ക് കടലിനെ തോൽപ്പിക്കാൻ പറ്റും, ലോകത്തെ തോൽപ്പിക്കാൻ പറ്റും, ലോകാധിപത്യം. എന്താ പറഞ്ഞു? ലോകത്ത് മുഴുവൻ തിന്മ കയറി. കാരണം വിശ്വാസം കളഞ്ഞു. അതാണ് ഫെയ്ത്ത് പോകുന്നത്. ദൈവവചനത്തിലുള്ള വിശ്വാസം, ആ വാക്ക് ദൈവത്തിന്റെ വചനം. അതല്ല ഈശോ പറഞ്ഞത് മത്തായി 4:4, ലൂക്കാ 4:4. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും കൊണ്ടാണ്, വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 6:61 ആത്മാവാണ്. എല്ലാവരും പറഞ്ഞ് ആത്മാവാണ് ജീവൻ. എന്നിട്ട് പറയാമോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ഇതാണ് ഭീഷണികളൊക്കെ വരും. അതാണ് പത്രോസ് ഒരു നിമിഷം ഈശോയിൽ നിന്ന് പറ്റി ചുറ്റുപാടും വന്ന ഭീഷണി, കൊടുങ്കാറ്റിന് ഭയന്നു പോവുക. ആളുകൾ ലോകത്ത് പറയും, ഇപ്പം ലോകത്ത് കൊണ്ട് തിന്മയോ എല്ലാം കയറി ആളുകൾ ആ പാപം ഈ പാപം, ഇതാണ് ശരി അതാണ് ശരി. ആ സമയത്ത്, ഈ സമയത്താണ് ഫെയ്ത്ത് ഉണ്ടോ ഒരു വ്യക്തിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ പഴയ പോലെ തന്നെ പണ്ടെങ്ങനെ ആയിരുന്നോ അതുപോലെ വിശുദ്ധിയിലും ദൈവം പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് പോകും. വേറെ ആരെ കേൾക്കാനേ പോകുന്നില്ല. പത്രോസ് ഒരു നിമിഷം ചുറ്റുമുള്ളവരെ കേൾക്കാൻ പോയപ്പോൾ, കാണാൻ പോയി ഭയന്ന് പോയവന്. അവൻ നോക്കിയപ്പോൾ ഒരു നിമിഷം പേടിച്ചപ്പോൾ, ഭയന്ന് വിശ്വാസം അല്പം കുറഞ്ഞപ്പോൾ അതനുസരിച്ചവൻ ജലത്തിൽ തണു. അപ്പൊ ജലത്തിൽ പാപത്തിൽ ഇന്നൊന്നും പാപത്തിൽ കരകയറാൻ പറ്റുന്നില്ലച്ചോ. ചിലൊക്കെ പറഞ്ഞു പറയും ഭയങ്കര മദ്യപാനം വെച്ചു, ജഡിക പാപം കൊടുന്നു, മൊബൈൽ ഫോൺ അടിമയാണ്, രാത്രിയും പകലും ഇതിനകത്താണ് ഇരിക്കുന്നത്, തെറ്റായ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഇതിനകത്തൊക്കെ പറയുകയാണ്, സംസാരം നിർത്താൻ പറ്റുന്നില്ല, ജോലി നിർത്താൻ പറ്റും, മുഴുവൻ തകർച്ചയും മുഴുവൻ പ്രശ്നം കടവ എന്തെന്നില്ല, ബോധം പോയി, ലെവല് പോയി എന്ന് പറയും. നമ്മൾ പറയും ആള് കൺട്രോള് പോയി എന്ന് പറയും. കാരണം ഫെയ്ത്ത് പോയി, ദൈവവചനത്തിൽ നിന്ന് വിശ്വാസം പോയി. അത് ഭയം മുഴുവൻ പോകും. ജ്ഞാനത്തിന്റെ പുസ്തകത്തിന്റെ 6-ാം അധ്യായം 11-ാമത്തെ വചനമുണ്ട്. എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. ദൈവത്തിന്റെ വചനം അത് വിശ്വസിക്കണം, അതേ വിശ്വസിക്കാവുള്ളൂ. വേറൊന്നും ഇനിയുള്ള കാലത്ത് മുന്നോട്ട് കൂടും നമ്മൾ ഭയങ്കര തിയറികളും സയൻസുകളും ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭയപ്പെടുത്താൻ പോവാ. ഇതൊന്നും ആയിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ പേടിപ്പിക്കും. ഇതാണ് ശരി അതാണ് ശരി, അവിടെ പോകും, അത് ശരി ഇത് ശരി, എല്ലാം. ഒരു കാര്യം ജീവനുള്ളത് ഈശോയുടെ വചനം മാത്രമേ ഉള്ളൂ. പ്രസലോഷ് സൃഷ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63 മുതൽ 67 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ഈശോ പറയുന്നത്, അതായത് എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരിക സാധ്യമല്ല. അതാണ് 65-ാമത്തെ വചനം പറയും. അപ്പോൾ അതിനുശേഷം കാണുന്നു 66-ാമത്തെ വചനം. അതിനുശേഷം അവൻ്റെ ശിഷ്യന്മാർ അനേകം പേർ അവനെ വിട്ടുപോയി, പിന്നെ ഒരിക്കലും അവരവൻ്റെ കൂടെ. കാരണം അവർ പറയും ഈ വചനം കഠിനമാണ്, ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റാത്തവനെല്ലാം വിട്ടേച്ചു പോകും. അതതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഉടനെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് 12 പേർ, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്നിലാണല്ലോ ഉള്ളത്, നിത്യജീവന്റെ സത്യവചനം നിന്നിലാണ്, നീ പറയുന്നത് മാത്രം ശരി. ആ 12 പേരവിടെ നിന്നു, അത് മതി. പത്രമാധ്യമങ്ങൾ ലോകത്തിൽ നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും ലോകത്തിലെ ഇൻസ്റ്റഗ്രാമോ സംഭവം എല്ലാം അങ്ങനെ എല്ലാവരും പഠിപ്പീരാണെന്ന്, എല്ലാവരും പ്രസംഗകരാണ്, എല്ലാവരും ധ്യാനഗുരുക്കന്മാരാന്ന് പറയും, എല്ലാവരും പ്രവാചകന്മാർ, എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സൂക്ഷിച്ചോണം, അതൊന്നും ജീവനുള്ളതല്ല, ദൈവവചനം മാത്രം. സത്യം, അത് മാത്രമാണ് സത്യമെന്ന് തിരിച്ചറിയണം. കൈയടിച്ച കർത്താവ് നന്ദി പറഞ്ഞ് യേശുവെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനത്തിൽ അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. പിശാചിനെ കുറിച്ച് പറയാം. തുടങ്ങുന്നത് സർപ്പത്തിൻ്റെ രീതിയിലാണ് പറയുന്നത്. അതായത് ദൈവമായ കർത്താവ് സൃഷ്ടിച്ച വന്യജീവികളിൽ വെച്ച് ഏറ്റവും കൗശലമേറിയതായിരുന്നു സർപ്പം. അവൻ വന്നിട്ട് നുണ പറയുകയാണ്. അതോടെ അവൻ്റെ നുണ, അവൻ പറയുന്ന നുണ കേട്ടാൽ അത് നുണയാന്ന് ഒരിക്കൽ സത്യത്തെക്കാളും വലിയ സത്യമായിട്ട് അവനെ വിശ്വസിച്ചു പോകും. അതാണ് നുണ, പിശാചിന്റെ പ്രത്യേകത. അവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതാണ് ശരി, വേറെ ദൈവത്തിന്റെ വചനവും ബൈബിൾ ഒന്നും ശരിയല്ല. ഭയങ്കര ലോജിക്കൽ സീക്വൻസോട് കൂടി തന്നെ, നല്ല ലോജിക്കലായിട്ട് ബുദ്ധി റാഷണലിസം വെച്ച് റീസണിങ്ങോട് കൂടി കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന പിശാച്. അന്നേ കാലത്തിലെ പിശാചിന്റെ പ്രത്യേകത നല്ല റീസണിങ്ങോട് കൂടി, നല്ല ലോജിക്കോട് കൂടി
നല്ല 2+2 അല്ലെങ്കിൽ 2+2 = 4 എന്ന് പറയുന്ന നല്ല കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പം അത് കേട്ടുമ്പോൾ തോന്നും ദൈവവചനത്തെക്കാളും ശരിയ് ലോകം പഠിപ്പിക്കാൻ തോന്നും. ഈശോയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ആ വരദാനങ്ങളെക്കുറിച്ചും അഭിഷേകങ്ങളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നു. കേൾക്കുമ്പോൾ അതാ ശരിയെന്ന് തോന്നിപ്പോകും. സൈക്കോളജിയൊക്കെ കയറി വരുന്നുണ്ട്, മാനസശാസ്ത്രമൊക്കെ കയറി വരും, എല്ലാം വരും. അപ്പോൾ എല്ലാം ഇതെല്ലാം ഫെയ്ത്ത് കളയാൻ വേണ്ടി വരുന്ന എന്ത് ഫെയ്ത്ത്? ദൈവവചനത്തെ നീ മാറ്റിവെച്ചിട്ട് അതിലേക്ക്. അതാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രശ്നമൊന്നുമില്ലേ, ആദം ഹവ്വായും ദൈവവചനം മാറ്റിവെച്ചിട്ട് സർപ്പം പറഞ്ഞതാണ് ശരിയെന്ന് കരുതി അതിൻ്റെ പുറകെ പോകുന്നു. അതുപോലെ അവർ നശിച്ചു പോകുന്ന കാണാൻ പറ്റും. പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. യോഹന്നാൻ 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ഏറ്റു പറഞ്ഞ് അവരെ അവിടുന്ന് പലതരം ഉയർത്തി പറഞ്ഞ് അവരെ അവിടുന്ന് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ഈ വചനമാണ് സത്യം. അത് ദൈവവചനം ഈശോയുടെ അതിരത്തിലൂടെ വരുന്ന വചനങ്ങൾ, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കാൻ പറ്റും. അത് ബുദ്ധിക്ക് അതീതമാണ്. നമ്മൾ ചിലപ്പോൾ ചില വചനമൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല, പക്ഷേ അതേപടി വിശ്വസിക്കേണ്ടവർ. അത് ആ ഒരു വിശ്വാസം പോകുമ്പോഴാണ് ഇറങ്ങി താഴോട്ട് പോയി. അപ്പം എല്ലാം കൃപയൊക്കെ പോകും, കൃപ ചോർന്നു പോകും, കിട്ടിയ വിശുദ്ധിയൊക്കെ പോകും, വിശ്വാസമൊക്കെ പോകും, അത്ഭുതങ്ങളൊക്കെ കുറഞ്ഞു പോകുന്ന കാണാൻ പറ്റും. പ്രസലോഷം. അതുകൊണ്ടാണല്ലോ മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 28 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഒരു എപ്പിലെപ്സി ബാധിച്ച ഒരു കുട്ടി അല്ലേ, ഒരു കുഞ്ഞിനെ കൊണ്ട് അപസ്മാരം പിടിപെട്ട ഒരു കുട്ടിയുമായിട്ട് ഒരു അപ്പൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ടാണ് ചോദിക്കുന്നത്, സൗഖ്യപ്പെടുത്തുന്നത്. ശിഷ്യന്മാർ കുറേ നേരം പ്രാർത്ഥിച്ചിട്ടും ഇതിന് പിശാച് വിട്ടുപോകുന്നില്ല, രോഗശാന്തി കിട്ടുന്നില്ല. അവരങ്ങനെ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുക. തർക്കമാണ് ഈ അത്ഭുതം കാണാത്തടത്താണല്ലോ എപ്പോഴും തർക്കങ്ങൾ കൂടുതലാണ്. പ്രസലോഷം. തർക്കം വരുന്നത് വിശ്വാസം കുറവുള്ളടത്ത് തർക്കം കൂടുതലാണ്. വിശ്വാസം കുറവുള്ളടത്ത് എല്ലാത്തും എന്തുകൊണ്ട് തുറുകൂട്ടം ചോദ്യങ്ങളായിട്ട് വരും. അവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെയാണ്, കുറേ ചോദ്യങ്ങൾ. കാരണം ഫെയ്ത്ത് പോയ പിന്നെ തർക്കങ്ങളാണ്, ആർഗ്യുമെന്റ്സ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈശോ വന്നിട്ട് അവരെൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് സഹിക്കും. വിശ്വാസമില്ലാത്ത തലമുറയെ അപ്പസ്തോലന്മാരെ വിളിക്കുന്ന അപ്പസ്തോലന്മാരെ. കാരണം ഫെയ്ത്ത് ഇല്ലാതെ അകൃപ പ്രവർത്തിക്കത്തില്ല. യേശുവിന്റെ നാമം പറയുമ്പോൾ ഈശോ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ആ നാമം ഉപയോഗിക്കുമ്പോൾ അതിന് ശക്തി വെളിപ്പെടുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 18:19-20 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ സന്നിഹിതനായിരിക്കുമെന്ന വചനം, ആ വചനത്തെ അതേപടി വിശ്വസിക്കണം. അത് സത്യമാണത്. ഇവിടെ ഇപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെ ഈശോയുടെ ആ വചനത്തെ വിശ്വസിക്കും. വേറെ പലതും പറയും, പക്ഷെ നീ അത് വിശ്വസിക്കരുത്, ഈശോ പറഞ്ഞത് വിശ്വസിക്കണം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 45 മുതൽ 49 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. ഈശോ പറഞ്ഞത് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ജീവിക്കും, ഞാൻ അവനിലും അവൻ എന്നിലുമായിരിക്കും. അപ്പൊ അതേപടി വിശ്വസിക്കണം. വചനം ദൈവവചനമാണത്. അപ്പോൾ പരിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോൾ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ജീസസ്, ഈശോയുടെ സാന്നിധ്യം എവിടെയുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വാസം കുറയുമ്പോഴാണ് ഇന്റർപ്രിട്ടേഷൻസ് കൂടും. പേപ്പർ ഭയങ്കര നീട്ടി വലിച്ച് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും. വിശ്വാസം ഉള്ളപ്പോൾ വാക്കുകൾ കുറഞ്ഞു. അതാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഫെയ്ത്ത് ആയി കഴിഞ്ഞപ്പോൾ വാക്കുകളുടെ എണ്ണം കുറഞ്ഞു, സെന്റൻസുകൾ കുറഞ്ഞു. ഇല്ല, വളരെ ചുരുക്കമുള്ളൂ. കണ്ടു കാണാത്ത ഒന്നിനു വേണ്ടിയല്ലേ കാത്തിരിക്കുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ അനുഭവിച്ചു, ഫെയ്ത്ത് കിട്ടി. ആ ഫെയ്ത്ത് കിട്ടണം. അത് കിട്ടാതെ വേറെ കാര്യമൊന്നുമില്ല. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1-2 വലതൊരു വീഴ്ത്തിപ്പിടിച്ച് എല്ലാവരും ഏറ്റവും വലിയ പറയണം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കുറച്ച് നാൾ മുമ്പാണ് എനിക്കറിയാം ഒരു കുടുംബം, ആ ഒരു കുടുംബത്തിൽ കുട്ടിക്ക് മരണകരമായ രോഗം പിടിപെട്ട് കാനഡയിൽ ശരിക്കും കൊച്ചു മരിക്കാൻ പോകും. വെരി സീരിയസ് കേസ്. എൻ്റെ കൊച്ചിന് കരൾ സംബന്ധമായും ഹാർട്ട് സംബന്ധമായും ഒക്കെ രോഗം. നോഹോ ഡോക്ടർമാർ ഉപേക്ഷിച്ച് കളയും. ആ സമയത്ത് അണക്കരയിൽ ആദ്യ ശനിയാഴ്ച കുഞ്ഞിൻ്റെ ഗ്രാൻഡ് മദറും
ഗ്രാൻഡ് ഫാദറും കൂടെ വന്ന് ധ്യാനം കൂടുക. അപ്പോൾ അവർ പറയും അവരിങ്ങനെ ഫെയ്ത്ത്, ഭയങ്കര ഫെയ്ത്ത്. ഞാൻ അവിടെ വരുമ്പോൾ ആളുകൾ ഫെയ്ത്ത് ഞാൻ കാണണം. ഫെയ്ത്ത് ഉള്ളതുകൊണ്ടാണ്, ഫെയ്ത്തിലേക്ക് കിട്ടത്തില്ല. ഭയങ്കര ഫെയ്ത്തിലൂടെ മാത്രമേ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗ്രേസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫെയ്ത്തിലൂടെ, അല്ല ഫെയ്ത്തിലൂടെ പറ്റത്തില്ല. വിശ്വസിക്കുന്ന ഒരാളിലേക്ക് ഇത് പകരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രക്തസ്രാവക്കാരി വിശ്വാസത്തോടെ നിൽക്കുന്നതുകൊണ്ടാണ് അവളിലേക്ക് ദൈവവചനമായ ഈശോയുടെ ആ കൃപ പകരാൻ പറ്റുള്ളൂ, അല്ല പകരാൻ പറ്റത്തില്ല. അവരെങ്ങനെ ആരാധന സമയത്ത് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ആ സമയത്തേക്ക് സംസാരിക്കും, മെസ്സേജുകൾ എനിക്ക് തരുന്നുണ്ട്. പെട്ടെന്ന് ഒരു പേര് വിളിച്ച് പറയുമ്പോൾ, പേരും ഇങ്ങനെ വയ്യാതെ രോഗിയായിട്ട് കിടക്കുന്ന മരണാസന ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നത് ഞാൻ ഇവിടെ വിളിച്ചു പറയുന്ന സമയത്ത് വിളിച്ചു പറയുകയും ഈ അപ്പനും അമ്മയും ദൈവത്തിന് നന്ദി, കുഞ്ഞിൻ്റെ പേരൊക്കെയും വിളിച്ചു പറയുന്നത്. പ്രസരോഷം അവർ പറയുന്നുണ്ട്, സാക്ഷി പറയുന്നുണ്ട്, ആ സമയത്ത് അച്ചോ ആ പറഞ്ഞ സെക്കൻഡിൽ കാനഡയിലായിരുന്ന എൻ്റെ മകൻ്റെ കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുത്തി. പ്രസരോഷ് കർത്താവ് അനുഗ്രഹിച്ചു, കർത്താവ് വിടുതൽ നൽകും. ബന്ധനം ഒഴിഞ്ഞ വിശ്വസിക്കുന്നവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുള്ളൂ. ഇന്ന് പലപ്പോഴും വിശ്വാസമുള്ളത് വളരെ കുറവാണ്. 2 കൊരിന്ത്യർ 4:4 ബന്ധനമുണ്ട്. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ, ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ബുദ്ധിയിൽ അന്ധകാരം മൂടും. വായിച്ചു കൂടി മാർഗം മേടിച്ചെല്ലാം ഫസ്റ്റ് റാങ്കും, എല്ലാത്തിനും A+ഉം, ഭയങ്കര ശമ്പളവും, ഭയങ്കര കാശുമായി, ഭയങ്കര ബുദ്ധി വചനം, അത് മാത്രം വിശ്വസിക്കുന്നു. ദൈവവചനം ഇല്ല അവരുടെ ഹൃദയത്തിൽ. വചനം ഒഴിച്ച് ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ദൈവവചനം ഒഴിച്ച് ബാക്കിയെല്ലാം വിശ്വസിക്കുന്ന ഒരു തലമുറ, അത് ശപിക്കപ്പെട്ട തലമുറയാണ്. അപകടം പിടിച്ച തലമുറ, അത് അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തലമുറ. തിന്മയിലേക്ക് പോയിക്കൊണ്ട്. അതാണ് പത്രോസ്, ഞാൻ വാക്കിംഗ് ഓൺ ദ വാട്ടർ, ജലത്തിന് മീതെ നടക്കുന്നവൻ. വചനം മാത്രം. ആ സമയത്ത് ദൈവവചനം മാത്രം. കടലിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. ആഴമുള്ള കടലിൽ തൊട്ട് ഇറങ്ങിയ താന്നല്ലേ പോകുള്ളൂ. ഇതൊന്നും അങ്ങനെ നാച്ചുറൽ തോട്ടോ ബൗദ്ധിക ചിന്തകളൊന്നുമില്ല. അവൻ്റെ തലയിൽ കയറി പിടിക്കുന്നില്ല. അവൻ്റെ തലയിൽ ഒന്നേ ഉള്ളൂ, ആ നടന്നു വരുന്ന ഈശോ. അവന് നടക്കാമെങ്കിൽ എനിക്ക് നടക്കാം. അവൻ പറയുന്ന വാക്ക് വിശ്വസിക്കുക, അവൻ പറഞ്ഞ വാക്ക് വിശ്വസിക്കുക. പണ്ട് ഇതൊരു കഥ കേട്ടിട്ടുണ്ട് ഞാൻ. അതൊരു വലിയൊരു രക്ഷാകരമായ സംഭവമായിട്ട് പറഞ്ഞു. അത് ഇങ്ങനെ ഒരു വലിയൊരു കെട്ടിടത്തിന്, ബഹുനില കെട്ടിടത്തിന് തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും അപ്പോൾ ഓടി, കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഇറങ്ങി രക്ഷപ്പെട്ടു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കുട്ടി, ഒരു കഥയായിട്ട് പറഞ്ഞു, ഒരു കഥയാട്ടോ, ഒരു കുട്ടി മാത്രം ഇങ്ങനെ മുകളിൽ ഇതിന് പെട്ടുകിടക്കുകയാണ്. അപ്പോൾ കൊച്ചിൻ്റെ അപ്പൻ താഴെയുണ്ട്. അപ്പനെ കൊച്ചു വിളിക്കുന്നുണ്ട്, കൊച്ചിൻ്റെ സ്വരം. പക്ഷേ ഈ പുകയെല്ലാം കയറി നിൽക്കുന്നതുകൊണ്ടും ഈ കുഞ്ഞിന് അപ്പനെയൊന്നും കാണാൻ പറ്റത്തില്ല. താഴ്ന്നുകൊണ്ട് അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീങ്ങി ചാടിക്കോളാൻ പറഞ്ഞു. അപ്പം അവന് നീങ്ങി ചാടിക്കോളാൻ പറയുമ്പോൾ അവന് അപ്പം ചാടിക്കോളാൻ പറഞ്ഞു. പിന്നെ അവനൊന്നും ചിന്തിക്കുന്നില്ല. ഇവരോട് ചിന്തിക്കാം, താഴെ ചാടുമ്പോൾ അപ്പം പിടിക്കുവോ? അപ്പം നിൽക്കുന്നിടത്തോട് തന്നെയാണോ ഞാൻ ചാടാൻ പോകുന്നത്? അപ്പൻ എവിടെയാ നിൽക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ പല വിധത്തിൽ ഒരുപാട് ചിന്തകൾ അവൻ്റെ തലയിൽ കൂടെ കയറി പോകാം. പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ എൻ്റെ അപ്പൻ എന്നോട് ചാടാൻ പറഞ്ഞു, ഞാനങ്ങ് ചാടാൻ പോകുന്നു. അവനാ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ താഴോട്ട് ചാടുമ്പോൾ അപ്പം പറഞ്ഞു ചാടിക്കോളെന്ന് പറയുമ്പോൾ അപ്പൻ അതിനുള്ള എല്ലാ ക്രമീകരണവും നടത്തിയിട്ടാണ് ചാടിക്കോളാൻ പറയും. എൻ്റെ അപ്പൻ്റെ വാക്ക്, അപ്പൻ ഒരിക്കലും ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പനെ രക്ഷിക്കുന്ന അപ്പൻ, എന്നെ വീണ്ടെടുക്കാൻ ദൈവം. അതാണ് ഫെയ്ത്ത്. അങ്ങനെ ഒന്നും കാണും. അവൻ അപ്പനെ കാണുന്നില്ല, ആരെയും കാണത്തില്ല. അവന് മുഴുവൻ പുക നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ ചാടുകയാണ്. അതാണ് ദൈവവചനം. ദൈവവചനത്തെ വിശ്വസിക്കുമ്പോൾ അതുപോലെയാ. അതിന് റീസണിങ്ങിന് അപ്പുറത്തൊരു സംഭവമുണ്ട്, പറഞ്ഞവന്റെ ആധികാരികത. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഞാനും നിങ്ങളും? അതിന് പറയുന്ന പേരാണ്, അങ്ങനെ വിശ്വസിക്കുന്നവനെ പറയുന്ന പേരാണ് വിശ്വാസി എന്ന പേര്. ആ വചനം പറയുമ്പോൾ ആ വചനം സേവിക്കുന്നവന് മാത്രം പറയുന്ന പേരാണ് വിശ്വാസി. ബുദ്ധിയിൽ അന്ധകാരം വലിയ പ്രധാനമാണ്. തിന്മ കയറി പിടിക്കും. ബുദ്ധിയിൽ അന്ധകാരം, അത് വിശുദ്ധിയൊന്നും പാലിക്കില്ല. വിശുദ്ധിക്കുന്ന വിലയൊന്നും കാണില്ല. ഹെബ്രായ ലേഖനം 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ള ദൈവവചനം അതേപടി വിശ്വസിച്ചോണം. എഫേസ്യസ് ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം ദൈവത്തിന്റെ അവിടെ പറയുന്നുണ്ട്, ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ അകറ്റപ്പെട്ടിരിക്കുന്നു.
മനസ്സ് പരിവച്ച് ഭോഗാസക്തിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തെ വിശ്വാസം പോയി, ഫെയ്ത്ത് പോയി. തമാശാണ് എന്നെല്ലായിടത്തും ആളുകൾക്ക് വചനമല്ല, തമാശാണ് ആവേശം. കാരണം അവന് അതൊരു വിശ്വാസം തമാശയില്ല, അല്ലാതെ വചനത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയെ കണ്ടുകൊണ്ട് ഫെയ്ത്താണ്, ഫെയ്ത്തിലാണ്. ഹല്ലേലൂയ. കുറച്ചാൾ മുമ്പൊക്കെ ഒരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വന്നു. ധ്യാനിക്ക് ചെറിയൊരു കൺവെൻഷന് വെച്ചാട്ടോ. കൺവെൻഷൻ വെച്ചിൻ്റെ അടുത്ത് അവൻ ഡ്രഗ് അഡിക്റ്റാണ്, ഡ്രഗ്സ് എടുക്കുന്നവന്, മദ്യപിക്കും, ഡ്രഗ്സും. അത് ഭയങ്കരമായ തിന്മയ്ക്ക് അത് ബന്ധിക്കപ്പെട്ട് കിടന്നു. എങ്ങനെയോ ഇവൻ്റെ അപ്പനും അമ്മയും കൂടെ കൊണ്ടുവരുമ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അച്ഛനെ കാണണം. വരുമ്പോൾ ഇവനിങ്ങനെ വലിയ തലമുടിയൊക്കെ വലിയ പ്രത്യേക രീതി വെച്ച് ഇവനൊരു ഒരു പ്രാന്തനെ പോലെയാണ് വരുന്നത്, മുതു പ്രാന്തനെ പോലെ. നല്ല പൊക്കമുണ്ട്, ഒരു 6-6 അടി പൊക്കമൊക്കെ ഉണ്ട്. സ്പോർട്സൊക്കെ പോകുന്ന പയ്യനായിരുന്നു, ചെറുപ്പക്കാരൻ. അപ്പോൾ അവനകലേന്ന് അവനൊന്ന് വന്നപാടെ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരെ കൊണ്ട് അച്ഛന്മാർ പറഞ്ഞു, നീ പോയി ഒന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞു. കൗൺസിലിംഗ് കുമ്പസാരിക്കാൻ. അവനതുപോലെ കേൾക്കുക, കുമ്പസാരിക്കും. ഇന്ന് പറയാം. അപ്പോൾ കൗൺസിലിംഗ് നടത്തിയപ്പോൾ കൗൺസിലിംഗ് കുറേ കാര്യങ്ങൾ നീ കുമ്പസാരത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവനത് അതുപോലെ പോയി കുമ്പസാരിച്ചവൻ പറയാം, നിങ്ങൾ രക്ഷപ്പെടാം. അവന് മനസ്സിലായി അവൻ്റെ മനസ്സൊരു ഫെയ്ത്ത് കിട്ടി. അപ്പം അങ്ങനെ അവസാനം ഇവൻ എൻ്റെ അടുത്ത് വരികയും ഇവൻ്റെ തലയിൽ കുരിശ് വരയ്ക്കും, വെട്ടിയിട്ട് പോലെ താഴോട്ടൊക്കെ വീഴുകയാണ്. കൈകാലിട്ട് കാട്ടിച്ച് ഭയങ്കര ബഹളം വെച്ച് ഒരു 5-10 മിനിറ്റ് ഞാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഹോളി വാട്ടറെല്ലാം തളിച്ച് എഴുന്നേറ്റ് ഞാൻ ഭയങ്കര നന്ദി പറഞ്ഞ്, കരഞ്ഞുകൊണ്ട് എൻ്റെ കാല് പിടിച്ച് നന്ദി പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോവുകയാണ്. ആ നിമിഷം അവനെ ബാധിച്ചിരുന്ന, ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് അവൻ്റെ കൂട്ടുകാരും പ്രിയപ്പെട്ടവരും പറഞ്ഞ ഈ മദ്യത്തിൻ്റെയും ഈ മയക്കുമരുന്നിൻ്റെ സർവ്വ പൈശാചിക ബന്ധനവും ആ നിമിഷം ആ കുഞ്ഞിനെ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു, ബന്ധനമായി. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞ് അണക്കരെ ധ്യാനിക്കാൻ വന്നപ്പോഴാണ് സാക്ഷിയായിട്ട് ധ്യാനിക്കാൻ വരികയല്ല, സാക്ഷിയായിട്ടാണ് വരുന്നത്. ഞാൻ അന്ന് പിന്നെ ആ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ ഇന്ന് വരെ അങ്ങനെയുള്ള വഴി ഞാൻ പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പഠിക്കാൻ തുടങ്ങി, ഹയർ എഡ്യൂക്കേഷന് പോകാൻ തുടങ്ങി, അവൻ പള്ളിയിൽ പോകാൻ തുടങ്ങി, വീട്ടിൽ കുടുംബം പ്രാർത്ഥനയിൽ കൂടാൻ തുടങ്ങി. അവൻ്റെ മുഖത്തൊരു പ്രകാശം, തലമുടിയൊക്കെ അവന് കട്ട് ചെയ്തല്ല വൃത്തി സാധാരണ നോർമൽ രീതിയിലോട്ട് വരികയാണ്. കാരണം ഫെയ്ത്ത് ഉള്ളവനിലേക്ക് ഈ കൃപ ട്രാൻസ്ഫർ ചെയ്യപ്പെടുള്ളൂ. യോഹന്നാൻ 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവർ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവന് വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകുന്നത്. ദൈവമക്കള്, വിശുദ്ധിയുടെ മക്കള്, ദൈവത്തെ സ്നേഹത്തിന്റെ മക്കള്, പരിശുദ്ധിയുടെ മക്കള്, ക്ഷമയുടെ മക്കള്, നിത്യതയിലേക്ക് പോകുന്ന മക്കൾ. അതാ മാറുന്നത് ഫെയ്ത്തിലൂടെ മാത്രം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ ബലിയർപ്പിക്കും പോലും ഫെയ്ത്ത് ഇല്ലാതെയാണ് ഞാൻ അർപ്പിക്കപ്പെടുന്നെങ്കിൽ, പക്ഷേ ഫെയ്ത്തുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കത് വലിയ അനുഭവമായിട്ട് മാറാം. പക്ഷെ ഫെയ്ത്ത് ഇല്ലാതെ ഞാനത് ചെയ്യുന്നെങ്കിൽ അതെനിക്ക്, ഞാൻ എൻ്റെ കർമ്മം നിർവഹിക്കും, സഭ പറയുന്നതെല്ലാം ചെയ്യും, സഭ പറയുന്ന സംഭവങ്ങളും നടക്കും, കർത്താവിൻ്റെ ശരീരം രക്തമൊക്കെ ഇട്ടെല്ലാം മാറും. പക്ഷെ എൻ്റെ ജീവിതത്തെ അത് ചിലപ്പോൾ മാറ്റിമറിക്കണം നിർബന്ധമില്ല. പ്രശ്നം യോഹന്നാൻ 11:40 വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പവർ അറിയണമെങ്കിൽ അവന്റെ വചനങ്ങൾ വിശ്വസിക്കണം. ആ വചനത്തെ ചെറുതാക്കരുത്. ചില വ്യാഖ്യാനിച്ച് അത് ബുദ്ധിക്ക് യോജിക്കുന്ന വിധത്തിൽ ബൈബിളിനെ വ്യാഖ്യാനിച്ചെടുക്കുന്ന ആൾക്കാരാണ്. അതാണ് ഈ 2 കൊരിന്ത്യർ 2:17 ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രയോജനമില്ല, ഒരൊന്നും സംഭവം ഉള്ള ഫെയ്ത്ത് കൊണ്ട് പോവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. എനിക്കറിയാവുന്നൊരു കുടുംബം, അവർ ഭാര്യയും ഭർത്താവ് ചെറുപ്പക്കാരാണ്. അവർ US-ലായിരുന്നു, അമേരിക്കയിൽ. അപ്പോൾ അവിടെ വെച്ച് കല്യാണം കഴിച്ച ഉടനെ അവരങ്ങോട്ട് പോയി. അവിടെ വെച്ച് അവൾ പ്രഗ്നൻ്റായി. 5-ാമത്തെയോ 4-ാമത്തെയോ മാസത്തിൽ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് തലച്ചോറിന് രോഗമുണ്ട്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡൗൺ സിൻഡ്രം ഉള്ളൊരു കുട്ടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകതരം ഒരു ഡിഫോമിറ്റിയാണ്, വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതിന് ഇതിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ഹാർട്ടിന് പ്രശ്നമുണ്ട്, തലച്ചോറ് പ്രശ്നമുണ്ട്, അബോർട്ട്. ഇവർ പറഞ്ഞില്ലില്ല, വിശ്വാസം. ഇവർ 2 പേരും അണക്കരവും ധ്യാനം കൂടിയ മക്കളായിരുന്നു നേരത്തെ. അതിനുശേഷമാണ് ഇവർ ഈ കല്യാണമൊക്കെ കഴിക്കുന്നത്. ആ ദിവസങ്ങളിൽ എൻ്റെ സ്നേഹിതരുമായിട്ടെല്ലാം സംസാരിച്ച് എങ്ങനെയെങ്കിലും അച്ഛന് ഫോണിൽ കിട്ടുമോ, ഈ ഫെയ്ത്ത് ഉള്ളവരിങ്ങനെ ഈ കൃപ വാങ്ങിക്കാൻ വരുന്ന വരവ് നമുക്ക് കാണാൻ പറയും. കഷ്ടപ്പെട്ട് വരും അവർ കഷ്ടപ്പെട്ട് വരും. കാരണം അവർക്കറിയാം, അവർക്ക് ഫെയ്ത്ത് ഉള്ളവർക്ക് അത് മേടിക്കാൻ പറ്റുമോ. എന്തുകൊണ്ട് നമ്മൾക്കും അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അനുഗ്രഹം ഫെയ്ത്ത് ഉള്ളവരിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെന്തോ ഒരു തോന്നി തോന്നുന്നത് ഈ ഫെയ്ത്ത് ഉള്ളവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫർ ചെയ്യപ്പെടും, ഗ്രേസ് ആൻഡ് ട്രാൻസ്ഫർ. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ കൂടെ വിളിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഫോണിൽ കൂടെ ഡെലിവറൻസ് പ്രയർ കൊടുത്ത് ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, കർത്താവ് ഇടപെടുന്നതായിട്ട് കാണുന്നത്, ധൈര്യമായിട്ടിരുന്ന് പറഞ്ഞു. ഈശോ ഇടപെടും. അച്ഛൻ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറയുന്നില്ല, ദൈവം നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ ഫെയ്ത്ത്. നമുക്കത് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നിങ്ങൾ 2 കൂട്ടക്കരച്ചില്ല.
ഫെയ്ത്ത് ഉണ്ട്, ഭയങ്കര ഫെയ്ത്ത് ഉള്ളവർക്ക് അവരാ പെരുമാറ്റം കാണുമ്പോൾ നമുക്കറിയാവേ. അവർ വെറുതെ ഇങ്ങനെ ഒരു കല്ല് പോലല്ല അവർ നിൽക്കുന്നത്. അവര് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവർ സംഭവിച്ചു കഴിഞ്ഞവരിലത് പ്രയർ കൊടുത്തു, ഇത്ര സംഭവിച്ചുള്ളൂ. അത്ഭുതം ഉണ്ടായത് അവർ പിന്നെ ചക്കപ്പിനും പരിപാടിക്കൊന്നും പോയൊന്നുമില്ല. നോർമലായിട്ട് അവർ പറഞ്ഞു ഈ കുഞ്ഞങ്ങനെ ആളും കുഴപ്പമില്ല, ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറയാണ് പിന്നെ കുഞ്ഞുണ്ടാകുമ്പോൾ ഇങ്ങനെയൊരു രോഗം ആ കുഞ്ഞിൻ്റെ ശരീരത്തിലോ ഹൃദയത്തിലോ തലച്ചോറിലോ ഇല്ല. കുട്ടി പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്.